പുഞ്ചിരിമഠം നിങ്ങൾക്കറിയാം. ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു പുഞ്ചിരിമഠം. പുഞ്ചിരിമഠത്തെ അത്തനാരുടെ വീടാണ് വയനാടിനെ നടുക്കി ഉരുൾപൊട്ടലിൽ ആദ്യം തകർന്നുപോയത്. ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് തലേന്ന് തന്നെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചുകൊണ്ട് അത്തനാരും കുടുംബവും ആ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കെ ആർ ഗോപികൃഷ്ണനൊപ്പം ഈ അത്തനാർ ഉണ്ട് പുഞ്ചിരിമഠത്ത്. നമുക്കൊപ്പം ചേരുകയാണ് അവർ. ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ. എസ് കെ ഗുഡ് മോർണിംഗ്. എസ് കെ നമുക്കറിയാം, പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഇപ്പോൾ ചൂരൽമലയിലും ഒക്കെ ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ സേനയുടെ അംഗങ്ങൾ എത്തി തിരച്ചിൽ നടത്തുകയാണ്. മാത്രമല്ല, യന്ത്ര സഹായത്തോടു കൂടിയുള്ള തിരച്ചിലും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം പുഞ്ചിരിമട്ടത്താണ്. പുഞ്ചിരിമട്ടത്ത് നിന്നാണ് ആദ്യം ഈ മണ്ണിടിച്ചിലുണ്ടാകുന്നതും പിന്നീട് ഉരുൾപൊട്ടി മലവെള്ളം ഒഴുകി ഇറങ്ങിയതും. ഏതാണ്ട് 75-80 വീടുകളാണ് ഈ പുഞ്ചിരിമട്ടം പ്രദേശത്തുള്ളത്. ആ 75-80 വീടുകളിൽ ആദ്യത്തെ വീട് ഒരു 65 വയസ്സുകാരനായ അത്തനാറിൻ്റെതാണ്. അവിടെ താമസിച്ചിരുന്നത് അത്തനാറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മകനുമാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കൾ കൂടിയുണ്ട്. അവർ രണ്ടുപേരും പുറത്താണ്. ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇവർ 3 പേരാണ്. അപ്പോൾ അത്തനാർ പറയുന്നത്, നേരത്തെ തന്നെ പ്രകൃതി ഇതിന്റെ ചില ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. അവർ അപ്പോൾ തന്നെ ഇതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ്. തൊട്ടടുത്ത വീട്ടുകാരെയൊക്കെ അറിയിച്ചു. ഇവർ തലേ ദിവസം തന്നെ സ്ഥലത്ത് നിന്ന് മാറി. അങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം ഈ ദുരന്തത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ അത്തനാറിന്റെ വീട്, എനിക്കൊന്ന് 50 സെന്റ് സ്ഥലവും വീടുമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അത് മുഴുവൻ പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. അത്തനാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തന്നെ പറയും അദ്ദേഹത്തിന്റെ അനുഭവം. ഈ ഉരുൾപൊട്ടൽ സാധ്യത താങ്കൾക്ക് തോന്നിയിരുന്നു? ഇങ്ങനെ ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയിരുന്നു? ഇങ്ങനെ പുഴയിലൊക്കെ ഇങ്ങനെ വെള്ളം കൂടി വരുമ്പോൾ ഇങ്ങനെ കൂടി വരികയാണ്. കൂടി വരുമ്പോൾ ഒരു സംശയം ഞങ്ങൾക്ക്, ഈ വെള്ളം ഒരുപാട് കയറും, അവിടെ പൊട്ടുമല്ലേ. ആദ്യം ഒരു പൊട്ടിപ്പോയതാണ്. പിന്നെ ഞായറാഴ്ച രാത്രി ചെറിയൊരു പൊട്ടി. പിന്നെ പൊട്ടിയിട്ട് പിന്നെ കുറഞ്ഞ് രാത്രി 12 മണിയായപ്പോൾ ഞങ്ങൾ മൊട്ടനും കൂടെ കൂടിയിട്ട് ഞങ്ങൾ പുഴയ്ക്കൊക്കെ പോയി നോക്കി. അപ്പോൾ ഫോറസ്റ്റ് എന്നെ വിളിച്ച് അവിടെ എന്തെങ്കിലും സംഭവിച്ചതെന്ന് പൊട്ട് കറക്ക് വരുന്നു പറഞ്ഞു. ആര് വിളിച്ചു? ഫോറസ്റ്റുകാർ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, സാറേ അത് ചെറുങ്ങായിട്ട് പോയത്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതായത് ഫോറസ്റ്റുകാർ വിളിച്ച് അന്വേഷിച്ചു അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അന്വേഷിച്ച് നമ്മുടെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ചെറുങ്ങനെ പൊട്ടി അങ്ങനെ കലങ്ങി പോയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അതായത് ഇത് ഉരുൾപൊട്ടുന്നതിന്റെ തലേ ദിവസമാണ്. തലേ ദിവസം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാവിലെ നേരം വെളുപ്പം നീച്ചൊക്കെ നോക്കിയപ്പോൾ പിന്നെ അവിടെ വെള്ളം പറ്റ കുറഞ്ഞ് അങ്ങനെ ചെറിയൊരു അവിടെ എന്തോ പൊട്ടി ചെറിയ കഷങ്ങളും വേറെ കഷങ്ങളും അതിൽ നിന്ന് വന്ന്. അവിടെ അത്തനാട് അവിടെ ഈ ആദിവാസി വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അവർക്ക് സംശയം തോന്നിയിരുന്നു? അവർക്ക് സംശയം തോന്നി, ഇങ്ങനെ ഒരു പൊട്ട് എന്തിനാവുമെന്ന്. വെള്ളം കൂടിയപ്പോൾ അവരെല്ലാം ഞങ്ങളെല്ലാം കൂടി ഒക്കെ പുറത്തിറങ്ങി ഒക്കെ നോക്കി. അപ്പോൾ വെള്ളം ദേശം വന്ന വെള്ളം പിന്നെ കുറഞ്ഞ് പിന്നെ നേരെ രാവിലെ പോയിട്ട് ഞാനും മൊട്ടനും കൂടെ കൂടി പോയിട്ട് അങ്ങനെ 2 പുഴ കയറി. അത്തനാരും പിന്നെ ആരാണ്? മൊട്ടൻ എന്ന് പറഞ്ഞാൽ ആദിവാസി. ഞങ്ങൾ പുഴ നടു സെൻറ്ററിൽ കയറി നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല വെള്ളം സാറാണ് പറഞ്ഞ വെള്ളമേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നിന്ന്. പിന്നെ അങ്ങനെ വെള്ളം കുറഞ്ഞ് ഒക്കെ മഴയും കുറഞ്ഞ് വെള്ളം കുറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നും സംഭവിക്കില്ല ഞങ്ങൾ അവിടെ ഇരുന്ന്. പിന്നെ ഒരു ഉച്ച ഒരു 10 ഇങ്ങനെ വെള്ളം കൂടി വരാൻ തുടങ്ങി. പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് പോയി. പിന്നെ പഞ്ചായത്തിന് മേപ്പാട് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ആദിവാസികൾ മാറ്റി, കുറച്ച് ആൾക്കാർ മാറ്റി. ആദിവാസികൾ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ അവിടെ ബാക്കി 75-80 വീടുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മുന്നറിയിപ്പ് ഒന്നും കൊടുത്തില്ലേ? ആർക്കും ഒന്നും കൊടുത്തില്ല, മുന്നറിയിപ്പ് അങ്ങനെ ഒന്നും കൊടുത്തില്ല, ആർക്കും ഒന്നും കൊടുത്തില്ല. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് ആദിവാസികൾ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും സംശയം എന്തെങ്കിലും ഉണ്ടാകും തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവരൊന്ന് മാറ്റിയത്. പിന്നെ ആ പീടിയിൽ പോയി ചായയൊക്കെ കുടിച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഇപ്പോൾ മുട്ട വെച്ച് എവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു വലിയ സൈറനോ അല്ലെങ്കിൽ ആളുകളൊക്കെ അറിയിക്കാനുള്ള എന്തോ സംവിധാനം ഉണ്ടല്ലോ? ഉണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ അറിയിച്ചില്ല, ഞങ്ങൾക്കൊന്നും അറിയിച്ചില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ അടുത്തത് ആദിവാസി വീട്, എൻ്റെ വീട് കുറച്ച് ആദിവാസി വീട് കുറച്ച് മൂല, എൻ്റെ വീട് കുറച്ച് താഴെ. ആദിവാസികളെ കൂട്ടി കൊണ്ടുപോകുമ്പോൾ നിങ്ങളോട് പറയണ്ടായിരുന്നു, ഇത് ഞങ്ങളിങ്ങനെ അവരൊക്കെ മാറ്റാൻ നിങ്ങൾ ഇവിടുന്ന് മാറി ഞങ്ങളോട് പറഞ്ഞാൽ, പക്ഷേ പറഞ്ഞില്ല. അതായത് അവർ ആദിവാസികളെ മാറ്റുമ്പോഴും ജനങ്ങളോട്, അവിടെയുള്ള മറ്റ് ആളുകളോടൊന്നും പറഞ്ഞില്ല ഇങ്ങനെ മാറ്റുകയാണ്, അവിടെ പ്രശ്നമുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല? അങ്ങനെ പറയേണ്ടതായിരുന്നല്ലോ. പറയേണ്ടതായിരുന്നു, പക്ഷേ അത് പറയാതെ പോയിട്ടുണ്ട്. അതെന്താ സംഭവം നമുക്കൊന്നും അറിയില്ല. അങ്ങനെ നമ്പറൊക്കെ വന്നെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്പറൊക്കെ ഞാൻ കണ്ടില്ല, വണ്ടി വരുന്നത് കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അങ്ങനെ നമ്പർ വേറെ വന്നാ പറഞ്ഞിട്ട്, നമ്പർ അടക്കം ആരും വന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളടുത്ത് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അത്തനാരും കുടുംബവും പിന്നെ എങ്ങനെയാണ് മാറിയത്? ഞങ്ങളിങ്ങനെ പിന്നെ വീട്ടിൽ പോയി ചായ കുടിച്ചപ്പോൾ പിന്നെ ഒരു 10-15 വർത്താനൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേക്കും പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഓരോരുത്തർ ഇങ്ങനെ പോകാൻ തുടങ്ങി കാണുമ്പോൾ. പിന്നെ വന്ന് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. പിന്നെ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ ഒരു സമയം എത്ര മണിയായി? അപ്പോൾ 10, 12, 1 മണി 2 മണിയൊക്കെ ആറായി. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒന്നുകൂടെ പോയിട്ട് ആരും കാണില്ല. ഒന്നുകൂടെ വീണ്ടൊക്കെ പോയി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നുകൂടെ വീട്ടിൽ പോയി. അപ്പോൾ മഴ ഇങ്ങനെ കൂടി അപ്പോൾ വീട്ടിൽ പോയി ഇങ്ങനെ പീടിയൊക്കെ പോയി വർത്താനൊക്കെ ആൾക്കാർക്കായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നേ.
നിന്നപ്പോൾ വീട്ടിലെന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ ഒന്നും വേണ്ട പറഞ്ഞു. അപ്പോൾ ഒന്നും വാങ്ങിയില്ല, വീട്ടിൽ ഒരു സാധനം വാങ്ങിയില്ല. അത്തനാർ ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചെന്ന് പറഞ്ഞല്ലോ, ഇതിനു മുൻപും ഇങ്ങനെ വലിയ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വിളിച്ച് അന്വേഷിക്കാറുണ്ടോ? അന്വേഷിക്കലുണ്ട്, എന്നെ എപ്പോഴും വിളിച്ച് എന്നെ അന്വേഷിക്കും. വേറെ മഴ ഉണ്ടെങ്കിൽ എന്തിനാ അവർ മഴ കൂടിയെങ്കിൽ ഉണ്ട്. കഴിഞ്ഞ പോലെ ഇതേപോലെ മഴ ഭയങ്കര വന്നിട്ട് ഇത് വെള്ളം പോയാൽ കണ്ടമാനം വെള്ളം കൂടി. രാത്രി 12 1 മണി വിളിച്ചേ, പോസ്റ്ററെ വിളിച്ച്, സാറ് ഇതെങ്ങനെ സംഭവം ഉണ്ട്, വില്ലേജ് ഓഫീസിൽ വിളിച്ച് പോസ്റ്ററെ വിളിച്ച് നമ്മുടെ സാരം കണ്ട് കണ്ടമാനം വെള്ളം പോയാൽ വന്ന് എന്താ സംഭവം എന്നറിയില്ല എന്ന് പറഞ്ഞു. അവരപ്പം തന്നെ വണ്ടി എടുത്ത് വന്ന് ആദിവാസിനും ഞാൻ ഒറ്റക്കുള്ള വീട്ടിൽ എന്നെയും മാറ്റി ആദിവാസിനെ കംപ്ലീറ്റ് മാറ്റി അവിടുന്ന്. അവിടെ കോട്ടേജ് മുണ്ടൊക്കെ അവർ കോട്ടേജ് പോയി ഞങ്ങളെ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളൊക്കെ പോയത് അവിടുന്ന്. ഞാനൊക്കെ ഇവിടെ പോയി തിരുക്കാപ്പറ്റ പോയി. അപ്പോൾ ഈ അത്തനാറിന്റെ വീടും 50 സെന്റ് സ്ഥലമുണ്ട്, അത് പൂർണ്ണമായി നശിച്ചു. അത് ഒക്കെ പോയി, എല്ലാം പോയി. 75-80 വീടുകളുണ്ടെന്നാണ് തോന്നുന്നത്. അതിലിപ്പോ ഒരു 90% വീടുകൾ നശിച്ചിട്ടുണ്ട്. 90 ഇന്നൊരു ആപ്പിടെ 5 6 7 വീടുള്ളൂ കാര്യമായിട്ടുള്ളൂ, ബാക്കി എല്ലാം പോയി. അത് ഭാഗത്ത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. അത്തനാർ പറയുന്നത് സാധാരണ നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ ആദ്യമേ അറിയിക്കുകയും ആളുകൾ അവിടുന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ച ഉണ്ടായിരുന്നു. അവരടുത്ത് അത് ഞങ്ങളടുത്ത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഭയ വരും നിങ്ങൾ മാറണം പിടിക്കണം അങ്ങനത്തെ അതൊന്നും ഞങ്ങളടുത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല. അതാ കുറേ ആൾക്കാർ, പിന്നെ കുറേ ആൾക്കാർ അവിടുന്ന് സ്വയസാക്കന്മാർ. പിന്നെ വൈകുന്നേരം അങ്ങനെ വന്ന് ഒരു 3-4 മണി മുണ്ടക്കെ പോയി മുണ്ടക്കെന്നാ വരും. ഞങ്ങൾ 1 കിലോമീറ്റർ വരണം പീടിക്ക്. അങ്ങനെ വന്ന് അപ്പോൾ എനിക്ക് മുണ്ടക്കെ നിൽക്കുമ്പോൾ ചായ കുടിച്ചപ്പോൾ ഒരു വണ്ടി എടുത്ത് തോന്നി. അങ്ങനെ വണ്ടി എടുത്ത് മഴ ചോറാതെ പെയ്യുന്നുണ്ട്. എന്നാൽ ശരി പോകാം, എന്നാൽ ശരി വീട്ടിൽ പോയി. 2 ആൾ വീട്ടിലുണ്ടല്ലോ, പിന്നില്ലേ ഞാനും മട്ടനും മാത്രം അവിടെ. ഞങ്ങൾ ഈ 2 കുടുംബമുള്ളൂ ഞാൻ പോകുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്ത്, അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പെണ്ണുങ്ങളും മക്കളോടും പറഞ്ഞ്, അപ്പോൾ പോകുമ്പോൾ തന്നെ റൂട്ടും ഇത്രയ്ക്ക് മുട്ടുകാലം അത്ര വെള്ളമുണ്ട്. റൂട്ടിൽ കൂടെ തന്നെ നടന്നിങ്ങനെ പോകുമ്പോൾ കാവായിക്കൂടെ കുളിച്ച് വരുന്ന വെള്ളം ഇങ്ങനെ കലയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ പെണ്ണുകൂടും മകനോട് പറഞ്ഞ്, എൻ്റെ മകനെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ പെണ്ണോട് പറഞ്ഞു, ആദ്യം ഞാൻ കുഞ്ഞാവിനെ വിളിക്കാം എൻ്റെ കൊണ്ടുവരാൻ. അപ്പോൾ കുഞ്ഞാവേ നീ ഒന്ന് ചെയ്യ്, നീ വേഗം പോയിട്ടേ ബൈക്കെടുത്ത് നീ വേഗം വിട്ട്, നീ ഇവിടെ നിൽക്കണ്ട, വേഗം പോയിരുന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ പറഞ്ഞ ഒരു സാധനം എടുക്കണ്ട, അവിടെ കിടക്കട്ടെ, ഒന്ന് വീടൊന്നും പോകില്ല, പേടിക്കൊന്നും വേണ്ട, എന്നാലും നമ്മൾ കുറച്ച് മാറി വയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് എൻ്റെ മകൻ ആദ്യം പറഞ്ഞേച്ച്, അതിൻ്റെ പേർക്ക് എൻ്റെ പെണ്ണോട് പറഞ്ഞ് നീ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ സാരി വെക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾ സാരിയൊക്കെ പിന്നെ നോക്കും, വേപ്പ് ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി, പിന്നെ സാരിയല്ലേ, സാരി മുണ്ടൊക്കെ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ആളും ഇറക്കി. ഞാനും അതിൻ്റെ പറയാം വീട് കൂട്ടിയിട്ട് ഞാനും ഇറങ്ങി അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ കുണ്ടൻ ആദ്യം പറഞ്ഞാച്ച് ഞാനും എൻ്റെ ഭാര്യ. അപ്പോൾ ആ ഭാഗത്തിൽ ഒരു കുട്ടി, പിന്നെ മുട്ട മാത്രമേ ഉള്ളൂ അവിടെ ഇല്ല, മുട്ട മാത്രമേ, വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ മുട്ട എന്താ ചെയ്യുന്നത്, എല്ലാവരും ഈ ഭാഗത്തെ കംപ്ലീറ്റ് മുട്ട പോയി കഴിഞ്ഞു. അപ്പോൾ അവർ നിങ്ങളെ മക്കളൊക്കെ പോയി, ഞങ്ങളെ മക്കളൊക്കെ പോയി കഴിഞ്ഞ് ഞാനും മുട്ടന് മാത്രം. അവർ 3 ആളുണ്ട്, ഭാര്യയും മറന്നു, ഒരു മകളും ഭാര്യയും മറന്നു മുട്ട. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തെന്ന് ചോദിച്ചേ. എന്നാൽ നമുക്ക് ഒന്നിച്ച് പോകാം, അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അല്ല എന്നെ അണ്ണെന്ന് വിളിക്കുക, അണ്ണ നിങ്ങൾ നടക്കി, എനിക്ക് നായ്ക്കലുണ്ട്, ഞാൻ ഈ വാക്ക് നോക്കാം, എന്തെങ്കിലും സമയത്ത് വിളിക്കുക, എന്തെങ്കിലും നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ശരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ വന്നപ്പോൾ മുടക്കി, അപ്പോൾ ഒരു 6 7 മണി, ഏകദേശം 6 7 മണി ഏകദേശം ആയിട്ടുണ്ടാവും, ഏതാ സമയമൊക്കെ. അപ്പോൾ കൃത്യസമയം പറയാൻ പറ്റില്ല. അപ്പോഴേക്കും അങ്ങനെ റോട്ടിൽ കൂടെ എൻ്റെ പെണ്ണുങ്ങൾ ഞങ്ങൾ നടന്നു. ഇത്രയ്ക്ക് വെള്ളമായി. എൻ്റെ പെണ്ണുങ്ങൾ സാരി ഇതൊക്കെ നനഞ്ഞ് ഇതൊക്കെ വേഗം ഓടിയെത്തി. കറക്റ്റ് ഏതോ സാധനം കൊണ്ട് മേപ്പടുന്ന ഓട്ടം കൊണ്ടുവന്നായിരുന്നു. ഓട്ടം കൊണ്ട് പീടിയൊക്കെ എന്താ സാധനം കൊണ്ടുവന്നാ മേപ്പടുന്ന ഒരു ഓട്ടം. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ചോദിച്ചത്. അപ്പോൾ മേപ്പടയ്ക്ക് അങ്ങനെ അങ്ങ് കേട്ടോ. അങ്ങനെ ഓട്ടം പിടിച്ച് ഞങ്ങൾ മേപ്പടയ്ക്ക് എത്തി. രക്ഷപ്പെട്ടത്. അപ്പോൾ രാത്രി ഒരു 12 മണിയാകുമ്പോഴേക്കും എന്നെ ബോസ് എന്നെ വിളിച്ച്, പുഴയൊക്കെ ഒന്ന് കുത്തിക്കലങ്ങി വീടുണ്ടാക്കുന്നത്, എന്താ സ്ഥിതി അവിടുത്തെ ഒന്ന് പറയാൻ പറ്റുമോ വെച്ച്. ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ തിരുക്കാപ്പറ്റ പറഞ്ഞ സ്ഥലത്തല്ലത്, അവിടെ എന്താ സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വിളി വന്ന്, അത്താരം പുഴയൊക്കെ ആ കൂടി കുത്തി കലങ്ങി വരുന്നുണ്ട്, അവിടെ എന്തോ പൊട്ടോ പിടിക്കോ എന്തോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന്. അപ്പം എൻ്റെ വീടൊക്കെ പോയി തോന്നുന്നു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഉറങ്ങിയിട്ട് അപ്പോൾ ഞാൻ TV ഓണാക്കി, TV കാണാമല്ലോ. പിന്നെ TV കാണുമ്പോൾ കല്ലും മണ്ണൊക്കെ ഉരുണ്ടിങ്ങനെ എല്ലാം അടിച്ച് കലക്കിങ്ങനെ വരുന്നത്. അപ്പോൾ തന്നെ എൻ്റെ പെണ്ണ് പറഞ്ഞ് നമ്മൾ വീടൊക്കെ ഏകദേശം പോയി. പിന്നെ വിളിച്ച് പറഞ്ഞു എന്താ സാർ ഞങ്ങൾ വീടൊക്കെ എന്താ ചെയ്തത്, നിങ്ങളുടെ വീടൊക്കെ പോയി കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് ദുരന്തത്തിന്റെ ആഘാതം ഏറ്റവും ആദ്യം ഏറ്റുവാങ്ങിയത് ഈ അത്തനാറിന്റെ വീടും ആ പ്രദേശവുമാണ്. ഭാഗ്യത്തിനാണ്, തലനാരിഴയ്ക്കാണ് അത്തനാർ രക്ഷപ്പെട്ടത്. പക്ഷേ അത്തനാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ എന്തുകൊണ്ടാണ് ആദിവാസികളെ അവിടുന്ന് മാറ്റിയപ്പോഴും അവിടെയുള്ള മറ്റുള്ള ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാതിരുന്നത്? അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നില്ല എന്നാണ് അത്തനാർ പറയുന്നത്. എന്താണ് ഇതിന്റെ കാര്യകാരണങ്ങൾ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുമാണ്. KR ഗോപികൃഷ്ണൻ, 24.